നടത്തത്തിലും പെരുമാറ്റത്തിലും മാറ്റം. ഫാറ്റി ലിവർ നാഡീവ്യൂഹത്തെയും ബാധിക്കാം. വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ്. കേരളത്തിൽ ഫാറ്റി ലിവർ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ലിവർ സിറോസിസിലേക്കോ ക്യാൻസറിനോ വരെ കാരണമാകാവുന്ന നിശബ്ദ വില്ലനാണ് ഫാറ്റി ലിവർ ഡിസീസ്. കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണിത്. മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യപാനികൾ അല്ലാത്തവർക്ക് വരുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നിങ്ങനെ രണ്ട് വിധത്തിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. വയറുവേദന, വയർ നിറഞ്ഞെന്ന തോന്നൽ, വിശപ്പില്ലായ്മ, വയർവീർക്കൽ, മനംമറിച്ചിൽ, ഭാരനഷ്ടം, കാലുകളിൽ നീര്, ചർമ്മത്തിനും കണ്ണിനും മഞ്ഞ നിറം, ക്ഷീണം തുടങ്ങിയവയൊക്കെ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ലക്ഷണങ്ങൾ പ്രകടമല്ലാതെയും രോഗാവസ്ഥയുണ്ടാകാം. അസ്ഥിരമായ നടത്തം, വീഴാനുള്ള പ്രവണത എന്നിവ ഫാറ്റി ലിവർ രോഗത്തിന്റെ മറ്റ് ലക്ഷണങ്ങളാണ്. ഫാറ്റി ലിവർ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് നടപ്പിൽ മാറ്റം പ്രകടമാകുന്നത്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുമൂലം പെരുമാറ്റത്തിലും മാനസികാവസ്ഥയിലും സംസാരത്തിലും ഉറക്കത്തിലുമൊക്കെ രോഗികളിൽ മാറ്റമുണ്ടായേക്കാം. പോഷകസമ്പുഷ്ടമായ ഭക്ഷണം, വ്യായാമം എന്നിവ ഉറപ്പാക്കുന്നത് ഫാറ്റി ലിവർ രോഗത്തെ അകറ്റി നിർത്താൻ സഹായിക്കും. ഭക്ഷണമാണ് മരുന്ന് എന്നതാണ് ഇത്തവണത്തെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം. യൂറോപ്യൻ അസോസിയേഷൻ ഫോർ ദി സ്റ്റഡി ഓഫ് ലിവർ EASL 1966 EASLന്റെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് 2010 മുതലാണ് ലോക കരൾ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതലത്തിൽ ഓരോ വർഷവും 20 ലക്ഷം ആളുകൾ കരൾ രോഗങ്ങൾ മൂലം മരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മദ്യപാനം, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ചില മരുന്നുകളും കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. കരൾ രോഗങ്ങൾ പലപ്പോഴും മൂർച്ഛിച്ച ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാവുക. രോഗനിർണയം വൈകുന്നത് സ്ഥിതി ഗുരുതരമാക്കും. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.